ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നൊരു തോന്നല് അത് നിങ്ങളിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഏത് രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്? അവർ ഈ പുറമേ കാണിക്കുന്ന രീതികൾ തന്നെയാണോ അവരുടെ മനസ്സിലുള്ള ആ ഒരു യഥാർത്ഥമായ ഫീലിങ്സ്? അപ്പൊ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്നതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക. ആ ഒരു രീതിയിൽ എനർജി കണക്ട് ചെയ്തുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്ട് ആവുക. അപ്പൊ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Six of Swords, Four of Pentacles, Queen of Wands, Strength, Magician, Nine of Cups, Knight of Swords, the Emperor, Eight of Cups, King of Pentacles, Five of Pentacles, Ace of Swords, Six of Cups, Knight of Wands, Nine of Swords, Ace of Pentacles, Nine of Wands, Seven of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവണം എന്നില്ല. ലെസ് കോണ്ടാക്റ്റോ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം. എന്നാലും ഭയങ്കര ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരിപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് ഫീല് അതിവിടെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരു തെറ്റ് ചെയ്ത വ്യക്തിയായിരിക്കാം. അത് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അതിന്റെ പേരിലായിരിക്കാം ഒരു കോൺവെർസേഷൻ, ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒരു വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് മാറിയിരിക്കുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലവരുടെ കേസിൽ സമ്മതിച്ച് തന്നിട്ടുണ്ടായിരിക്കാം, ചിലവരുടെ കേസിൽ സമ്മതിച്ച് തന്നിട്ടുണ്ടായിരിക്കില്ല ഇവർ ചെയ്യുന്ന തെറ്റ് അത് എന്താണ് എന്നുള്ളത്. പക്ഷേ ഇവർ സമ്മതിച്ച് തന്നിട്ടുണ്ടെങ്കിലും സമ്മതിച്ച് തരാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും പുറമെ അവർ ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർ വേദനിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് weak ആണ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളില് അതൊക്കെ ഒരു വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കാം. ഇതുവരെ അവർ ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ ദേഷ്യത്തോടു കൂടിയൊക്കെ സംസാരിച്ചവരാണെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇവരിൽ ഒരു സൈലൻസ് ആയിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ ഇവർ നിങ്ങളോട് മിണ്ടാനായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഡ്രാമയായിട്ടൊക്കെ ഒരുപക്ഷെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവരിപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും
അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് അതിന്റെ കാരണം. ബുദ്ധിപൂർവ്വം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് അവരായിട്ട് തന്നെ സ്വയം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഫീലിങ്സിലൂടെ മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളോടൊരു മാപ്പപേക്ഷ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം ഫോർഗീവ്നെസ് നടത്തണമെന്ന് ചിന്തിക്കുന്നവരാണ്. മാത്രമല്ല ഇവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറി പോകരുതെന്ന് ഇവരായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയെ ഇവരിലേക്ക് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഇവരിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഇവിടെ മാനിഫെസ്റ്റേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവർ ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു ഡിപ്രസ്ഡ് അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി കാര്യങ്ങളെല്ലാം വന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഇവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ മനസ്സ് പോയിട്ടുണ്ട്. ഒറ്റയ്ക്കിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ നീതിപൂർവ്വം നിങ്ങളോട് പെരുമാറാതിരുന്നത് കൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ നിങ്ങളോട് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഒരു കർമ്മഫലം എന്നുള്ള രീതിക്ക് ഒറ്റപ്പെടലും വേദനകളും ഇവർ മാനസികപരമായിട്ട് ഇവരെ തളർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക അല്ലെങ്കിൽ നീതിയോടുകൂടി നിങ്ങളോട് പെരുമാറുക എന്നുള്ളതും ആഗ്രഹിക്കുകയാണ്. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് ഇവരിവിടെ നിൽക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ ന്യൂ ബിഗിനിങ് രണ്ടിലും നമുക്ക് വന്നിരിക്കുന്ന ഒരു പുതിയ തുടക്കമാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ റീബർത്ത് എനർജി തന്നെയാണ്. നിങ്ങളുടെ ബന്ധത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ ഈ വേദനാജനകമായ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഒരു അവസാനം വരുത്തിയിട്ട് അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു റീബർത്ത്, ഒരു പുനർജന്മം പോലെ എന്ന് വെച്ചാൽ പഴയ പാസ്റ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ പ്രസന്റ് സിറ്റുവേഷനെയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് വരാൻ പോകുന്ന ഫ്യൂച്ചറിനെയോ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ക്ലാരിറ്റി നൽകിക്കൊണ്ട് ഇതിനൊരു ട്രാൻസ്ഫോർമേഷൻ വേണം, ഒരു ചേഞ്ച് കൊണ്ടുവരണം. കാരണം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഒരുപാട് പെയിനിലായിരിക്കാം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും അതേ വേദനകൾ ഈ ഒരു സമയം അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് അല്ല. ഇവരെല്ലാ ഇമോഷൻസും അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതികളല്ല. അത് ഇവരുടെ ഒരു ജനറ്റിക് ആയിരിക്കാം ഒരു പക്ഷേ. പക്ഷെ എങ്കിലും പുറമേ കാണിക്കുന്നത് പോലെയല്ല ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ വേദന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരു കുറ്റബോധമൊക്കെ ഭയങ്കരമായിട്ട് പേറി നടക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര്. ന്യായമായ രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു കെയറിങ് കാര്യങ്ങൾ എല്ലാമായിട്ട് ലൈഫ് ലോങ് കൂടെ വേണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും ആ ഒരു നീതി നടപ്പിലാക്കുക. കാരണം ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ എല്ലാ രീതിക്കും സമ്പന്നനാണെങ്കിൽ പോലും അതൊന്നും ഇവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഇവർക്ക് നൽകുന്നില്ല. പുറമേ അവർ കാണിക്കുന്നുണ്ടായിരിക്കാം, സൊസൈറ്റിയുടെ മുന്നിൽ അവർ കാണിക്കുന്നുണ്ടായിരിക്കാം, മറ്റെല്ലാ സിറ്റുവേഷനിലും അവർ കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സന്റെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ ഉടക്കി നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഇവരാൽ കഴിയുന്ന രീതിയിലുള്ള എഫേർട്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു ബന്ധത്തിലേക്ക് എടുക്കാനായിട്ട് അവർ തയ്യാറുമാണ്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എവിടെയാണോ ഇവർ മാറ്റി നിർത്തിയിരിക്കുന്നത്, അതായത് ആ ഒരു അവഗണിച്ച സ്ഥലത്ത് നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്കൊരു പരിഗണന മനസ്സിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ആ ഒരു പ്രയോറിറ്റി, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന അതേ ഒരു പ്രയോറിറ്റി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സ്നേഹത്തിന്റെ തീവ്രത അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ജെന്യുവിനിറ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസ്, അവരുടെ ആ ഒരു സ്നേഹം കാര്യങ്ങളൊന്നും തന്നെ അവർ ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് കാണിക്കാതെ സ്വാർത്ഥതയോടുകൂടി പെരുമാറിയ പല സന്ദർഭങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്വാർത്ഥ മനോഭാവത്തോടു കൂടി അവർ ആ ഒരു ഇമോഷൻസ്, സ്നേഹമോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലെങ്കിൽ ജെന്യുവിനിറ്റി പോലും നിങ്ങളിലേക്ക് കാണിക്കാതിരുന്നത് കൊണ്ട് ഇവർ വളർന്നിട്ടില്ല. ഇവർ എവിടെയാണോ അത് കാണിക്കാതിരുന്നത് നിങ്ങളെ മാറ്റി നിർത്തിയത് അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് അവിടെ നിന്നും മുന്നോട്ടേക്കോ പുറകോട്ടേക്കോ ഒന്നും പോകാനായിട്ട് സാധിക്കുന്നില്ല. നിന്നടുത്ത് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ സ്വയം മനസ്സിലാക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തെറ്റായ ഡിസിഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു ഹീലിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഇവർ ജനറ്റിക് ആയിട്ടാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തത് എങ്കിൽ പോലും ആ ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരണം. കാരണം എല്ലാം ഉള്ളിൽ മാത്രം വെക്കുന്നതുകൊണ്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്താലേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവരുടെ ഇമോഷൻസ് സറണ്ടർ ചെയ്യുക. എല്ലാ രീതിക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക.
നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ നിങ്ങളോട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ടൊരു ഈഗോ അല്ലെങ്കിൽ ഭയങ്കര എടുത്തുചാട്ടം, ദേഷ്യം കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ സൈലന്റ് ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് സൈലന്റ് ആയിരിക്കുന്നത്. അത് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്നത് തന്നെയാണോ ഉള്ളില് എന്നുള്ളത് നോക്കുവാണെങ്കിൽ പുറമേ കാണിക്കുന്നതല്ല ഉള്ളില് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ പൂർണ്ണമായും വിട്ടുപോകരുത് എന്ന് അവരായിട്ട് തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ആ ഒരു യൂണിവേഴ്സിനോട് ഇപ്പോ ആ ഒരു ആഗ്രഹം അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബന്ധത്തിൽ ഒരു വളർച്ച, ഒരു ഫ്ലവറിംഗ് വേണം. അതുപോലെ നിങ്ങൾക്ക് ഇവരോട് ഉണ്ടായിരുന്ന സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നു. ഇവരാണ് ഇതിനകത്ത് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചത്. അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവിടെ രണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഇമാജിനറി വേൾഡിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിലും ആ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇവർ എന്തൊക്കെയാണ് എഫേർട്ട് എടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് ഇനി പെരുമാറേണ്ടത്, ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, അങ്ങനെയൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്, ഇതൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യാണ്. ഈ ഒരു വ്യക്തിയുടെ ആ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവരെല്ലാം ഭയങ്കരമായിട്ടൊരു സ്ട്രക്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാം ഒരു ടൈം ടേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ കുറച്ചൊരു പ്രത്യേകമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ഈഗോ ഉണ്ടായിരിക്കാം, കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഒരു നല്ല വ്യക്തതയോടുകൂടി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ. അപ്പൊ ഇവർ പ്ലാൻ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇവരുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം അത് എങ്ങനെയായിരിക്കും മുന്നോട്ടേക്ക് എന്നുള്ളതാണ് ഇവർ ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെ ഇവർ ഇമാജിൻ ചെയ്ത് നോക്കുമ്പോൾ വളരെ സക്സസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്തണം, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തണം. അത് രണ്ടുപേർക്കും ഹേർട്ട് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു പഴയ ആ ഒരു നൊസ്റ്റാൾജിയ മെമ്മറി ഒക്കെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. ഒരു ജെന്യുവിനിറ്റി ഒക്കെ നിങ്ങളോട് തോന്നി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതുവരെ അങ്ങനെ നിങ്ങളോട് ഒരു ജെന്യുവിനിറ്റി ഒക്കെ കാണിക്കാതിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ടേക്ക് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എന്തായാലും വേണം എന്നുള്ള രീതിക്കൊക്കെ തോട്ട് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയായിരിക്കാം അവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങളുടെ പ്രധാന കാരണം. നിങ്ങളെ ഭയങ്കരമായിട്ട് മാറ്റി നിർത്തിയ വ്യക്തിയാണെങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥ. കാരണം അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. ജീവിതം എന്താണ് എന്നുള്ളതും ചുറ്റുപാടിനും നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിരിക്കുന്ന കാലങ്ങളെ കുറിച്ച് ഓർത്ത് ഒരു ഭയോ കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിലേക്ക് ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട്, ഒരു ഫിയർ ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഭയം ആണെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ തയ്യാറെടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തണം എന്നുള്ള ആഗ്രഹം ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം. മുരടിച്ചു പോയ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇതിന്റെ വളർച്ച അത് വീണ്ടെടുക്കണം. ആ ഒരു വീണ്ടെടുക്കലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചു നിർത്താനായിട്ട് ഇവർ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കേണ്ടത് അതെല്ലാം ഒറ്റയ്ക്ക് തന്നെ എഫേർട്ട് എടുക്കാൻ ഇവർ തയ്യാറാണ്. കാരണം നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് മാറി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേദനിച്ച് നിൽക്കുന്നവരായിരിക്കാം. അപ്പൊ ഇനി അവരാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ് അവർ ഈ ഒരു രീതിയിലേക്ക് തിങ്കിങ് മാറിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പഴയ കാലം അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു കാലങ്ങളൊക്കെ മനസ്സിലേക്ക് ഒരുപാട് ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങളെ കുറ്റം പറഞ്ഞ് മാത്രം നിന്നിരുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഒരു കുറ്റങ്ങളിൽ പോലും അവർ നല്ലത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്.
ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാത്തതിന്റെ 2 റീസൺ ആണ്. ഒന്ന് ഇവർ എക്സ്പ്രസീവ് അല്ല, 2 എന്ന് പറയുന്ന കുറച്ചൊരു ഈഗോ ഒക്കെ ഇവരുടെ ഉള്ളിലുള്ള വ്യക്തികൾ തന്നെയാണ്. പൂർണ്ണമായിട്ട് ഒരാളുടെ ജനറ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിലും അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഉള്ളുകൊണ്ട് ഒരു ആത്മാർത്ഥമായ സ്നേഹമൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട്, ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്, ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഇവരുടെ ഉള്ളില്. എല്ലാം ഭയങ്കരമായിട്ടൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരുന്നോ നിങ്ങളുടേത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ആ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് ഒക്കെ ഒന്ന് വിട്ടിട്ട് അവിടെ നിന്ന് മാറിയിട്ട് ഇമോഷണലി ആയിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൃദയം കൊണ്ട്, തലയിൽ നിന്ന് മാറി ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളിലേക്ക് തോന്നുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഈ ഒരു സമയത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആവുന്നു. അതുപോലെ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിലേക്ക് നോക്കി ആ ഒരു പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളിൽ പോലും അവരൊരു ഹാപ്പിനെസ് കണ്ടെത്താനാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയും ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലാണ് നിൽക്കുന്നത്. അവരായിട്ട് തന്നെ ഇപ്പൊ വിഷ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇമോഷണലി ഭയങ്കര വീക്കാണ്, ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഭയങ്കരമായ ഒരു വേദന, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കാനുള്ള ഒരു കാര്യമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്നും ചിന്തിക്കുന്നുണ്ട്. അവർക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നുള്ളത്. അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷെ അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്സ് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വന്നു പോയിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരാനുണ്ടായ റീസൺ എന്ന് ചിന്തിക്കുമ്പോഴാണ് അവരും ആ ഒരു കർമ്മയിലേക്ക്, അല്ലെങ്കിൽ ഒരു വിധി എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന ആ ഒരു വാക്കുകളിലേക്ക് നിങ്ങളുടെ പേഴ്സണും എത്തിച്ചേരുന്നത്. ഒരു പക്ഷേ വിധി ആയിരിക്കാം എന്നുള്ള രീതിക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിയിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസം, ഒരു ഈശ്വര വിശ്വാസം കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കരമായ ഒരു ട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ സൈക്കിൾ, ഒരു പുതിയ തുടക്കം വേണം. എല്ലാ രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും ആക്റ്റീവ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരണം. അതുപോലെ നിങ്ങളെയും, നിങ്ങളിപ്പോ ഭയങ്കരമായ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവര് കാരണം തന്നെയായിരിക്കാം നിങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നുള്ളതും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ സ്വന്തം എനർജിയെ വൈബ്രേറ്റ് ചെയ്തെടുക്കുക, എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തന്നെ അവരൊരു ഹീലിംഗ് പ്രോസസ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അവരുടെ എനർജീനെ തന്നെ ഇൻക്രീസ് ചെയ്തതിന് ശേഷം എങ്കിലാണ് അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബിൽഡ് ചെയ്യുക. അവരെല്ലാ രീതിക്കും നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുപോലെ അവരുടെ ആ ഒരു ഇമോഷൻസ്, അവരുടെ തെറ്റുകൾ അതെല്ലാം അവർ നിങ്ങളോട് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കാനും തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി അത് നിലനിർത്താൻ ഈ റിലേഷൻഷിപ്പിന് സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ്. ഹേർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഒരു ഹാപ്പിനെസ് ഒക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയാതെ ഹൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലേക്ക് പോയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അതെല്ലാം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും സറണ്ടർ ആവുക എന്നുള്ളൊരു മൈൻഡ് തന്നെയാണ്. ഈ സറണ്ടർ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് എല്ലാം അങ്ങോട്ട് നിൽക്കുക അങ്ങനത്തെ രീതിയല്ല. ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ നിങ്ങൾക്ക് നൽകണം. ആ ഒരു സപ്പോർട്ടും കെയറിങ്ങും ഒക്കെ വന്ന് രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കുമ്പോഴാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു തിരിച്ചറിവായിട്ട് അവരിലേക്ക് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈം ആണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇനി വരാനായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഇവരായിട്ട് എഫേർട്ട് എടുക്കുമ്പോഴാണ് ഒരു പക്ഷേ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് വരുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞു. അപ്പൊ അതേ വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ബന്ധത്തിലെ ഈ ഒരു ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ എല്ലാം കംപ്ലീറ്റ്ലി ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ മാറി, അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ഡിസ്റ്റൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറി നിങ്ങളിലേക്ക് എത്തിയിട്ട് ഒരു പുതിയ വളർച്ചയോട് കൂടി തന്നെ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫോ ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇനി നിങ്ങൾ വിവാഹം കഴിക്കാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരിക.
ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാണ്. കാരണം ലോസ് എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാനായിട്ട് ഇപ്പൊ സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഇപ്പൊ ചിന്തിക്കുമ്പോൾ ഒരു സമയത്ത് അവർ ഓക്കെ ആയിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർ മാറിപ്പോയത്. പക്ഷെ ഇപ്പൊ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ എങ്ങനെ നിൽക്കുന്ന ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന എനർജി ഇതൊരു കംപ്ലീറ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി പോയിരിക്കുന്ന എനർജി അല്ല. ഒരു അകൽച്ച നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ആ ഒരു അകൽച്ചയെ മാറ്റാനായിട്ട് ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായ ഒരു അട്രാക്ഷൻ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം തന്നെ റിലീസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ എല്ലാം റിലീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളിലൂടെ അവർ മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെയാണ് അവരുടെ ഉള്ളിൽ അവർ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എത്താൻ തന്നെ തീരുമാനമാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി എക്സ്പ്രസ് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അത് തന്നെയാണോ പുറമേ കാണിക്കുന്നതാണോ എന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് അവർ ഇരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെയധികം വീക്ക് ആണ്. മാത്രമല്ല ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ വളരെയധികം ഒരു ഇമോഷണൽ കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ റീഡിംഗുമായി കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വി എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 38, എ എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, ഡി, എച്ച്, വി അഗെയിൻ വന്നിട്ടുണ്ട്, ഉത്രട്ടാതി, 28, എറണാകുളം, പൈസസ്, തൃശൂർ, മൂലം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, 9090, ഇടുക്കി, അനിഴം, വിശാഖം, മകയിരം, ആയില്യം, പി എന്നൊരു ലെറ്റർ, പത്തനംതിട്ട, സെപ്റ്റംബർ മന്ത്, ഒക്ടോബർ മന്ത്, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ഫെബ്രുവരി, ബി എന്നൊരു ലെറ്റർ, സി എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് റീഡിംഗ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.